പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോരായി മാറി പൊന്നാനി നഗരസഭാ ബജറ്റ് ചർച്ച. നഗരസഭാ ബജറ്റ് പൊതുജനങ്ങളെ കബളിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷം. പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോരായി മാറി ബജറ്റ് ചർച്ച. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ബജറ്റ് പുസ്തകം താരതമ്യം ചെയ്താണ് ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷം വാദമുഖങ്ങൾ തുറന്നത്. തനത് പദ്ധതികൾ ഒന്നുമില്ലാതെ വെറും 4 പേജിൽ ചടങ്ങ് മാത്രമായി അവതരിപ്പിച്ച ബജറ്റാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ചമ്രവട്ടം ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡ് പദ്ധതി പ്രഖ്യാപനമായി ഒതുങ്ങി. ബജറ്റ് പദ്ധതികൾ പലതും ബഹുവർണ്ണ പദ്ധതികളാണ്. തൊട്ടടുത്ത വർഷം തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കടൽമുറ്റം, ഓട്ടോ കെയർ, വെൽത്ത് റോയൽറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മറ്റേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ പറ്റി വിശദമായി പറയാനുള്ള അവസരം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇവിടെ ഈ ബഡ്ജറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതൊക്കെ സ്വപ്ന പദ്ധതികളാണ്, ഒന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ല. ഇവിടെ നടപ്പിലാക്കേണ്ട ഒരുപാട് പദ്ധതികൾ ഒന്നും നടക്കാതെ റോഡുകൾ വികസനത്തെക്കുറിച്ച് ഈ ബഡ്ജറ്റിൽ എവിടെയും ഇത്ര രൂപ നമ്മൾ സാധാരണഗതിയിൽ ഏത് ബഡ്ജറ്റിലും കാണൽ ഇത്ര രൂപ റോഡുകൾക്ക് നീക്കിവെച്ചു, ഇത്ര രൂപ കെട്ടിടങ്ങൾക്ക് നീക്കിവെച്ചു, ഇത്ര രൂപ സ്കൂളിന് നീക്കിവെച്ചു. എന്താ രീതിയിൽ ഒരു വികസന ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. പൊന്നാനിയിൽ 100 കോടിയുടെ ഫണ്ട് വന്നങ്ങനെ പാവപ്പെട്ട വീടുകളിലേക്ക് 100-200 രൂപയുണ്ടായിരുന്ന നികുതി 1000 2000 വർദ്ധിപ്പിച്ചു. ലൈസൻസ് ഫീ പാവപ്പെട്ട കച്ചവടക്കാർ 300 രൂപയുണ്ടായിരുന്ന ലൈസൻസ് ഫീ 1000-1500 വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ഉണ്ടാക്കിയ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുത്ത ഈ 100 കോടിയോളം വരുന്ന വരുമാനം വെറും കെടുകാര്യസ്ഥതയിലൂടെ മറ്റു പല പദ്ധതികളുടെ പേര് പറഞ്ഞ് ഈ ധന ദൂർത്തടിച്ചുകൊണ്ട് ഇവിടുത്തെ ഫണ്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതിന് ശക്തയുക്തം ഞങ്ങളുടെ ബാധ്യതയാണ് ചോദ്യം ചെയ്യുക എന്നുള്ളത്. അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. വരും നാളുകളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഞങ്ങൾ അഴിച്ചുവിടും. നമുക്കറിയാലോ, കേരളത്തിൽ സ്റ്റേഡിയം ഇല്ലാത്തൊരു മുനിസിപ്പാലിറ്റിയാണ്, ഒരു ഫിഷ് മാർക്കറ്റ് ഇല്ലാത്ത മുനിസിപ്പാലിറ്റി, അറവുശാല ഇല്ലാത്ത, പച്ചക്കറി മാർക്കറ്റ് ഇല്ലാത്ത, മാലിന്യ പ്ലാന്റ് ഇല്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി. ഏത് കാലത്താണ്? 10 കൊല്ലം ഇവരുടെ സർക്കാർ, ഇവിടെ പൊന്നാനി നഗരസഭ ഭരിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ, പിണറായി കേരളം ഭരിക്കുമ്പോൾ തുടർച്ചയായി 10 വർഷം നഗരസഭ ഭരിച്ച ഒരു ഭരണസമിതി ഇത്രയും വർഷം പിന്നിടുമ്പോഴും ഇതൊക്കെ ഇല്ലാത്ത പരിമിതികളുള്ള ഒരു ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് എത്ര ബജറ്റിലാണ് ബസ് സ്റ്റാൻഡിന് ഫണ്ട് വകയിരുത്തിയത്? ആ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി എന്താ? ബജറ്റിൻ്റെ ഫോട്ടോയിലല്ലാതെ പദ്ധതികളിലൊന്നും, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ പദ്ധതികളിലൊന്നും ഈ ബജറ്റ് പ്രഖ്യാപനം നടപ്പിലായിട്ട് കാണുന്നില്ല. അതാണ് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർ പതിപ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.